കണ്ണാ, അയ്യോ എന്താ ഇത് ഭഗവാനെ. കണ്ണാ, 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 കണ്ണാ. അസാധ്യം. പൂതന വധിക്കപ്പെട്ടെന്നോ? കൈതവി രാക്ഷസിയുടെ ബലവതിയായ പുത്രി കൊല്ലപ്പെട്ടെന്നോ? അതും മുലകുടി മാറാത്തൊരു കൈക്കുഞ്ഞിനാൽ. അജിന്ത്യം, അസംഭാവ്യം. നടന്നത് സത്യമാണ് പ്രഭു. അമ്പാടിയിലൊരുണ്ണി. അമ്പാടിയിലൊരുണ്ണി. പ്രദ്യോത, ചുട്ടുകരിച്ചാലോ അമ്പാടി? അല്ലെങ്കിൽ നാം തന്നെ നേരിട്ട് ചെന്ന് തൂക്കിയെടുത്ത് നിലത്തടിച്ചാലോ? വേണ്ട പ്രഭു, അതനുചിതമാണ്. നേരിട്ടല്ല, ഉപായത്തിലൂടെ വധിക്കുന്നതാണ് ബുദ്ധി. സേനാപതിക്കെന്ന് തോന്നുന്നു? മഹാരാജൻ, ഗോപന്മാർക്ക് പ്രിയങ്കരനായ നന്ദഗോപഗ്രഹത്തിലെ ഉണ്ണിയാണല്ലോ പൂതനയെ കൊന്നത്. പൂതനയെ അയച്ചതാരെന്ന് തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല. അതങ്ങനെ നിലനിർത്തുന്നതാണ് നല്ലത്. അതല്ലാതെ നാം നേരിട്ട് അമ്പാടിയിലേക്ക് പുറപ്പെട്ടാൽ ഗോപന്മാരും യാദവന്മാരും ഒന്നടങ്കം നമുക്ക് നേരെ തിരിയും. അതുകൊണ്ട് അസുരപ്പടയെ അയച്ച് നയോപായങ്ങളാൽ, മായാവിദ്യകളാൽ വധിക്കുന്നതാവും നന്ന്. ശരിയാണ്. നന്ദഗോപരെ, ഗോപജാലത്തെ നമുക്ക് നേരെ തിരിയാൻ അനുവദിക്കണ്ട. അതല്ലേ രാജഗുരു അഭിലഷണീയം? തീരുമാനം സന്ദർഭോചിതം. ഇനി അങ്ങ് എന്ത് ചെയ്യുന്നതും സൂക്ഷിച്ചു വേണം. ദേവി എന്താ ആലോചിക്കുന്നത്? ആ രാക്ഷസിയെക്കുറിച്ച് തന്നെ. അവളുടെ സൗന്ദര്യം തുളുമ്പുന്ന മുഖവും ആ ഭീകര രൂപവും മനസ്സിൽ നിന്ന് മായുന്നില്ല ആര്യദേവ. എങ്ങനെ മായാൻ? എന്താ അവളുടെ ശവശരീരത്തിന്റെ വലിപ്പമെന്നറിയോ? സൂതന്മാരും മാഗധന്മാരും ചൊല്ലിപ്പാടുന്ന കഥകളിൽ നിന്ന് ഇത്തരം വലിപ്പമുള്ള രാക്ഷസിമാരെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഇപ്പോ നേരിട്ട് കാണാനും കഴിഞ്ഞു. ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞോ? കഴിഞ്ഞു. 64 ചിതകൾ ഒരുക്കേണ്ടി വന്നു. 64 ചിതകളോ? അതെ ദേവി. അവളുടെ ശരീരം പലതായി മുറിച്ച് ഓരോന്നും ഓരോ ചിതയിൽ വെച്ചാ തീ കൊടുത്തിരിക്കുന്നത്. പരശതം ഗോപന്മാർ എത്ര നാഴിക അധ്വാനിച്ചിട്ടാണ് ചിത ഒരുക്കിയതെന്നറിയോ? അജിന്ത്യം തന്നെ ദേവി, അജിന്ത്യം. സ്ത്രീകളെ പോലും മോഹിപ്പിക്കുന്ന സുന്ദരിയായിട്ടാണ് അവൾ കടന്നു വന്നത്. എന്റെ പാദം തൊട്ടു വന്നിച്ച് ഞാൻ കോടി പുണ്യം ചെയ്തവളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സംശയവും തോന്നിയില്ല. കണ്ണനെ എടുക്കാൻ കൈനീട്ടിയപ്പോൾ കൊടുക്കാതിരിക്കാൻ മനസ്സ് അനുവദിച്ചതുമില്ല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഹോ, അതോർക്കാൻ കൂടി കഴിയുന്നില്ല. സമാധാനിക്ക ദേവി. നമ്മുടെ കുഞ്ഞ് ദൈവാനുഗ്രഹമുള്ളവനാണ്. അവനെ അപായപ്പെടുത്താൻ 14 ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. നാം ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റൊന്നാണ്. നാം വസുദേവരെ കണ്ടിരുന്നു. അമ്പാടിയിൽ അനർത്ഥമെന്തോ സംഭവിക്കാൻ പോകുന്നതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോ അത് സംഭവിച്ചിരിക്കുന്നു. അശുഭലക്ഷണങ്ങൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ് അദ്ദേഹം നമ്മെ അറിയിച്ചുവല്ലോ. അദ്ദേഹം ഒരു ദീർഘദർശിയാണ്. ശരിയായിരിക്കാം. പൂർവ്വജന്മത്തിൽ അദ്ദേഹം മഹാതപസ്വിയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ അഭ്യസിച്ച ഒരു മഹായോഗി. ദേവ, ചന്ദനത്തിന്റെ അകിലിന്റെ സുഗന്ധം പരക്കുന്നുണ്ടല്ലോ. അതെ, പൂതനയുടെ ചിതകളിൽ നിന്നാണ് ആ സുഗന്ധം. ആ രാക്ഷസിയുടെ ചിതയിൽ നിന്നും ചന്ദനഗന്ധമോ? ദേവ,
എന്താണ് അതിന്റെ പൊരുൾ? അവൾ കേവലം ഒരു രാക്ഷസി മാത്രമായിരിക്കില്ല. സൗന്ദര്യവും വൈരൂപ്യവും മാറി മാറി ധരിക്കാൻ കഴിവുള്ളവൾ. അതുപോലെ സ്വന്തം ശവം ദഹിക്കുമ്പോൾ സുഗന്ധം പരത്താനും കഴിവുള്ളവൾ. ആരായിരിക്കും ആരായിരിക്കും അവൾ? ഇനി അതൊന്നും ഓർത്ത് ദേവി മനസ്സ് പുണ്ണാക്കണ്ട. അവളുടെ ചിത കത്തി അമരുന്നതോടെ ആ ഓർമ്മകളും അവസാനിച്ചിരിക്കണം.